അമ്മ അർത്ഥവത്തായ സംഘടനയായിരുന്നില്ലെന്ന സിനിമാ നടി ഗായത്രി വർഷ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ സന്തോഷം. കെട്ടുറപ്പുള്ള പുതിയ കമ്മിറ്റി വരണം. WCCയും അമ്മയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും ഗായത്രി പറഞ്ഞു. ഏറ്റവും സന്തോഷമുള്ള കാര്യം, കാരണം ഈ ഒരു അസോസിയേഷൻ എന്താ പറയുക, അർത്ഥവത്തായിട്ടല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായ ആൾ ഞാനായിരിക്കും. ചിലപ്പോൾ അഹങ്കാരം പറയല്ല, കൃത്യമായ ജനാധിപത്യ ബോധം വേണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ, പുതിയ സംഘശക്തി, പുതിയ സമീപനം, ഒരുപക്ഷെ ഇപ്പം നിൽക്കുന്ന ബൈലോ ഓഫ് മെമ്മോറാണ്ടം പോലും അതിന് മതിയാവാതെ വരും. അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനിയെങ്കിലും വിഭാഗീയതകൾക്കപ്പുറം ഒന്നിച്ച് നിന്നിട്ട് കൂട്ടായിട്ടുള്ളൊരു രീതി ഉണ്ടാവട്ടെ. അമ്മ സംഘടനയിലെ കൂട്ടരാജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരികയാണ്. സുധീഷ് ഗോപാൽ ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സുധീഷ്, ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. നമുക്കറിയാം, മുൻപ് നടന്ന ഇത്തരത്തിലുള്ള അമ്മ കമ്മിറ്റിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ നടൻ സിദ്ദിഖ് തന്നെ പറഞ്ഞിരുന്നു സംഘടനയിൽ ഭിന്നിപ്പില്ല എന്നുള്ള കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം നടൻ ജഗദീഷ് പറഞ്ഞു അമ്മ സംഘടനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം തുറന്നടിച്ചു. തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജും വീഴ്ചയെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി പ്രതികരണങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിലും വരുന്നുണ്ട്. ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നടൻ സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഒരിക്കൽ കൂടി കൂടുതൽ ദുരൂഹതകളിലേക്ക് വഴിവെക്കുകയാണ്. അന്ന് എന്തൊക്കെയാണ് അവർ നിഷേധിച്ചതോ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് പിന്നീട് ദുരൂഹതയിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അറിയേണ്ടത് ഈ ഭിന്നിച്ച് നിൽക്കുന്ന നടന്മാരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നല്ലേ അറിയാൻ സാധിക്കുക. സുരക്ഷയിലേക്ക് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, നിലവിൽ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന പരാതികളിൽ ഹൈക്കോടതി നിർദ്ദേശം വരും വരെ പോലീസ് അന്വേഷണമില്ല. സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പരാതികൾ ലഭിച്ചാൽ വിശദമായ അന്വേഷണം നടത്തും. പ്രത്യേക അന്വേഷണ സംഘം ചേർന്ന യോഗത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ നിലപാട്? പരാതി ലഭിച്ചാൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശമാണ് DGP നൽകിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതേസമയം തന്നെ ഈ സ്വകാര്യതകൾ നിലനിൽക്കുന്ന വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശം വരും വരെ അന്വേഷണം ഈ സ്വകാര്യതയെ ബാധിക്കുന്ന അന്വേഷണത്തിലേക്ക് കടക്കണ്ട എന്ന തീരുമാനത്തിലേക്കും പോലീസ് എത്തുന്നു, പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഈ പരാതി നൽകിയ ലോക്കൽ ഏരിയകളിലെ അന്വേഷണവും പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നാണ് അവിടെ നിന്ന് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ, വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ ഓരോ IPS ഉദ്യോഗസ്ഥരുടെ കീഴിലും കൃത്യമായി തന്നെ ഓരോ ടീമുകളെ രൂപീകരിച്ച് അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കും കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, പല തരത്തിലുള്ള നിലപാടുകളുമായി അല്ലെങ്കിൽ അത്തരത്തിൽ ലൈംഗിക അതിക്രമം തനിക്കെതിരെ നടന്നു എന്ന പരസ്യ വെളിപ്പെടുത്തലുമായി നിരവധി പേർ, സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകരായ നിരവധി പേർ എത്തുന്നു. പക്ഷേ ഇവരൊക്കെ അവരുടെ ഉറച്ച നിലപാടിൽ, പ്രത്യേകിച്ച് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അവർ പറയുന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ മാത്രം അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ മതി എന്ന നിർദ്ദേശവും സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്.